ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് പോയിരിക്കുന്നത് മൗണ്ട് മെഗാൻറ്റിക്കിലാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ട ലേക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ സ്റ്റേ ചെയ്തതിൻ്റെ അവിടെയുള്ള വ്യൂ ആണ് കേട്ടോ. അവിടുത്തെ ഫേമസ് ലേക്കാണ് മെഗാൻറ്റിക് ലേക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ തീരത്തായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. സോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വെരി വെരി ഫേമസ് ആയിട്ടുള്ള നാഷണൽ പാർക്കിലേക്കാണ്. മൗണ്ട് മെഗാൻറ്റിക് എന്നാണ് ഇവിടുത്തെ നാഷണൽ പാർക്കിൻ്റെ പേര്. ഇത് ഫേമസ് ആയിരിക്കുന്നത് ഇവിടുത്തെ ലെസ് ലൈറ്റ് പൊല്യൂഷൻ കാരണമാണ്. കാരണം ഇവിടെ ലൈറ്റ് പൊല്യൂഷൻ ഒട്ടുമില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാർസിനെ കാണാനും അതിൽ ഓരോരൊക്കെ കാണാനായിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് നോർത്ത് അമേരിക്കയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആസ്ട്രോ ലാബും ഇവിടെ തന്നെയായിട്ട് ഇത് ചെയ്യുന്നത്. സോ ഇവിടെ വന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു പ്ലാനാണ്. ജസ്റ്റ് ഒരു 2 days നമുക്ക് ഇവിടെ ചില്ല് ചെയ്യാനായിട്ട് വന്നതാണ്. സോ നമ്മുടെ നല്ലൊരു അടിപൊളി ലേക്ക് വ്യൂ സ്റ്റേ ഒക്കെ എടുത്തു, കോട്ടേജ് എടുത്തിട്ട് അവിടെയായിരുന്നു നമ്മൾ ഇന്നലെ താമസിച്ചത്. അപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ചുമ്മാ റെസ്റ്റൊക്കെ എടുത്തിട്ട് ശേഷം സെക്കൻഡ് ഡേ നമ്മളിവിടെ നാഷണൽ പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാഷണൽ പാർക്കിൻ്റെ കാഴ്ചകൾ കണ്ടാലോ? ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമൻസും ഫീഡ്ബാക്സൊക്കെ പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രാവലിൻ്റെ ഒരു വലിയൊരു ഭാഗമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു അത്യാവശ്യം 40 kilometers ഉണ്ട് കേട്ടോ നമ്മൾ താമസിക്കാൻ അടുത്തുനിന്ന്. അവിടെ നിന്ന് അത് കഴിഞ്ഞ് നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ് ഒക്കെ കവർ ചെയ്ത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ആസ്ട്രോണോമിയിൽ നിങ്ങൾക്ക് ഇത്രയെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ആയിട്ട് ചെയ്യേണ്ട പരിപാടിയാണ്. ഇവിടെ കോൺസ്റ്റലേഷൻസിനെ കാണാനും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റാർ ഫോർമേഷൻസ് കാണാനും നോർത്തേൺ ലൈറ്റ്സ് കാണാനൊക്കെ ആൾക്കാർ വരുന്നതാണ്. പക്ഷേ ഓൺലി തിങ് ഇസ് നിങ്ങൾ മുന്നേ പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ഇവിടേക്കുള്ള ടിക്കറ്റ്സ് കിട്ടാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ആൻഡ് അപ്പോൾ അതിന് ടൈമൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് വരണുണ്ടോ. ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഈ വട്ടം വലിയ പ്രിപ്പറേഷൻസിലാണ് വന്നേക്കണത്. നമുക്ക് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് ഇത്തവണ ഈ ഒരു സീസണിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നും അതിന് എങ്ങനെയാണ് അതിൻ്റെ ചാർജസ് വരുന്നതെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഹേ ഗായ്സ്, നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് മൗണ്ട് മെഗാൻറ്റിക് പാർക്കാണ്. ഒരു പ്രൊഫഷണലായിട്ട് ഷൂസ് പോലും ഇല്ലാണ്ട് വന്ന ആൾക്കാരാണ്. പക്ഷെ ലക്കിലി നമുക്കിവിടെ റെൻറ്റിന് അതിൻ്റെ ഒരു എക്യുപ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു കുഞ്ഞി ട്രെയിൽ എടുക്കുന്നുള്ളൂ. ഇവിടെ ഫുൾ സ്നോ ആണ് ഇപ്പോഴും. നല്ല അരുവിയൊക്കെ ഉണ്ട് തോന്നുന്നു, സൗണ്ടൊക്കെ കേൾക്കാണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. നമ്മൾ സ്നോ ഷൂയിങ് ചെയ്തിട്ടില്ല അല്ലേ? നീ ചെയ്തിട്ടുണ്ട് ഓഫീസിൽ നിന്ന്, ഞാൻ ചെയ്തിട്ടില്ല. അവിടുന്ന് ഓ വെള്ളം ഉണ്ടോ അവിടെ? അരുവി പോകണ്ടോ? അവിടെ മാത്രം ഫ്ലോ ഉണ്ട് വെള്ളത്തിന്. നോക്കി നടക്കണം, അതാണ്. ക്യാമറയിലേക്ക് അധികം നോക്കിയാൽ ഞാൻ താഴെ കിടക്കും. ഈ വടി വേണോ നമുക്ക് കുത്തിയടക്കാൻ? വേണ്ടല്ലേ, അത് ഒടിഞ്ഞതാ. സീനില്ല. പക്ഷെ നമ്മളതിനെ 4 kilometer എന്തല്ലേ എടുത്തിട്ടുള്ളൂ. 4 kilometer അല്ലേ ടോട്ടൽ നമ്മുടെ സിമ്പിൾ. വിന്ററിൽ അവസാനിക്കാറായി. പക്ഷേ ഇവരുടെ വിന്റർ കഴിഞ്ഞിട്ടില്ലേ? റൂട്ടിൽ ചൂട്. നല്ല ചെറിയ കയറ്റുള്ള മലയാണ്, സ്ട്രെയിറ്റ് അല്ല.
പേടിയാ. എളുപ്പമല്ല അല്ല, ഞാൻ പറയാം വീഡിയോയിൽ എളുപ്പമല്ല. നമ്മൾ കയറി ഒന്നാമത്തെ ഫസ്റ്റ് നമ്മൾ സ്നോ കൂടെ ഹൈക്ക് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമല്ല നമ്മുടെ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. വെച്ചാൽ നമ്മൾ ഈ കടലിൻ്റെ തീരത്ത് കൂടെ നടക്കുമ്പോൾ, മണലിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇടില്ലേ, അതേപോലെയാണ് സ്നോൻ്റെ അകത്ത് കൂടെ നമ്മൾ ഓരോ കാല് വയ്ക്കുമ്പോഴും എഫേർട്ട് ഉണ്ട്. പ്ലസ് കുറച്ച് കയറ്റോ മല കയറല്ലേ, ഇച്ചിരി പിന്നെ മെനങ്ങാൻ മടിയുള്ളത് അതിൻ്റെ ഉണ്ടാവും. എന്തായാലും കൊള്ളാം. ഞങ്ങൾ കയറാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല, കാരണം നമുക്ക് പേടിയായിരുന്നു. ഇൻ കേസ് നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് അവർ റെൻ്റ് ഔട്ട് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ നോർമൽ ഷൂവിൻ്റെ അടിയിലൊരു ഗ്രിഡ് പോലെ അതിങ്ങനെ മഞ്ഞ് കുത്തുമ്പോൾ അത് നമുക്ക് ഗ്രിപ്പ് കിട്ടും. നമ്മളിപ്പോൾ അതിൽ കൂടിയാണ് പോകുന്നത്. അങ്ങോട്ടല്ല, അങ്ങോട്ടല്ല, നമുക്ക് ഇവിടെ തിരിയല്ലേ. ആ സൊല പിയമോ ഇങ്ങോട്ടാ. ആടി നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റ്, നല്ല കാറ്റ്, നല്ല യൂക്കാലിയുടെ സ്മെല്ല്. നന്നായി ശ്വസിച്ചോ, ശുദ്ധവായോ. നല്ല യൂക്കാലിയുടെ സ്മെല്ലും നല്ല കാറ്റും. നമുക്കിവിടെ റെസ്റ്റ് എടുത്ത് കുറച്ച് ഓറഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ പോകും. ഫാൾ സീസണിലൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. നമ്മളിവിടെ ഇരുന്നിട്ട് നേരെ കാണുന്നത് US ആണ് കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് ക്ലോസ് ടു ബോർഡറാണ്. ഇവിടുന്ന് വളരെ അടുത്താണ് US ബോർഡർ. ഇപ്പുറത്തെ സൈഡിലുള്ള മല വന്നിട്ട് വെർമൗണ്ട് ആണ്. ബാക്കി ഏതൊക്കെ തന്നെ? അത് വെർമൗണ്ട്, ഇത് ന്യൂ ഹാംപ്ഷയർ, അത് മെയിൻ. ശാലയെ വെച്ച് പിടിക്കാം. ഇരുട്ടായി തുടങ്ങി, മഴ പെയ്യാനാ തോന്നുന്നു. ആക്ച്വലി 1:30 ആയിട്ടുള്ളൂ, 1:45 സമയം. പക്ഷെ കാർമേഘങ്ങൾ നിറയുന്നു. ചെറുതായിട്ടൊന്നൊരു കുഴി പോയായിരുന്നു. മഞ്ഞമ്മൽ വോയിസായി പോയി കാല് കുടുങ്ങിയിട്ട്. അയ്യോ, ഇതിൻ്റെ ഹാങ് ഓവറാ. നമ്മളിതിപ്പോൾ ശാലെത്തും. ഞാനനക്കാൻ നോക്കിയിട്ട് കാലനങ്ങുന്നില്ല. ഞാൻ തീർന്ന് ഈ സാധനമൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയ. കാല് കുത്തുന്നത് നമ്മൾ പോണത് ഒരുമിച്ചായിരിക്കും. അപ്പോൾ ആൾക്കാർ മാക്സിമം കുത്തി നടന്ന വഴി കൂടെ നടക്കാം. പിന്നെ ഒത്തിരി നേരം ഒരു സ്ഥലത്ത് നിൽക്കാതിരിക്കുക, അത് ഇടിഞ്ഞു പോകാൻ സാധ്യത. ഒരു ചെറിയ കോട്ടേജ്
എൻ്റെ പേര് സിറിയസ്. ഓക്കെ. പിന്നെ അവിടെ വേറെ ഒരെണ്ണമുണ്ട്, അങ്ങോട്ട് കണ്ടിന്യൂസ് സ്റ്റേ. ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ. ഇത് നമുക്ക് റെൻറ്റിന് എടുത്ത് കഴിഞ്ഞാൽ ഹൈക്ക് ചെയ്ത് വന്ന് മലയിൽ താമസിച്ച് തിരിച്ചു പോകും. രസമല്ലേ കാണാൻ, ഭംഗിയാട്ടോ. ഇപ്പം ആയതുകൊണ്ട് നമുക്ക് അധികം തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് തണുക്കും. നല്ല സ്റ്റേ ഒക്കെ എടുക്കാൻ നോക്കണ്ടാവും. കുഞ്ഞി കുഞ്ഞി ഷാലേസ് ഉണ്ട്. ഇത് ഒരു കോമൺ ശാലയാണ്. പിന്നെ ഇതെല്ലാം കുട്ടി കുട്ടി വീടുകൾ, ക്യാബിൻസൊക്കെ നമുക്ക് സ്റ്റേ എടുക്കാം. വിൻ്ററിൽ വാഷ്റൂംസ് ഉണ്ട് ഇവിടെ. കൊള്ളാം, നൈസപ്പനാണ്, നൈസപ്പൻ. ആരെങ്കിലൊക്കെ ക്യൂബെക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ട്, ടൊറൻറ്റോ, കാൽഗറി എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പ്ലാൻ ചെയ്യാവുന്നൊരു സ്ഥലമാണ്. അത് മരത്തിൻ്റെ ഇത് മാറിയല്ലേ. ടെമ്പറേച്ചർ, വീശുന്ന കാറ്റിൻ്റെ ഒരു ടെമ്പറേച്ചർ മാറിയതന്നെ. ഇവിടെ നമുക്ക് തീ കൂട്ടാം. എന്നൊക്കെ ഉണ്ടോ, ബെഡൊക്കെ ഉണ്ട്. ഞാൻ കയറുന്നില്ലായിരുന്നു, ഞാൻ ബൂട്ട് അയച്ചിട്ടില്ലായിരുന്നു. ടേക്ക് റെസ്റ്റ്, ഇവിടെ റെസ്റ്റ് ചെയ്യാം. വാഷ്റൂംസ് ഉണ്ട്, ഫുഡ് കഴിക്കാം, തീ കൂട്ടാം, ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഏത് രണ്ടെണ്ണുണ്ട്. നമ്മൾ ആയത്തിൽ കയറിയില്ല ആക്ച്വലി, കാരണം ആയത്തിൽ കുറച്ച് പേര് ഓൾറെഡി ചില്ല് ചെയ്യുന്നു, ചേഞ്ചൊക്കെ ചെയ്യുന്നു. പിന്നത്തെ കുഞ്ഞു കുഞ്ഞു ഷാലേസ് ഉണ്ട്. ഇത് റെസ്റ്റ് കോമൺ ഏരിയ ആണ്. ഇത് കൂടാതെ നമുക്ക് കുട്ടി ക്യാബിൻ ഏരിയാസ് റിസർവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോളാറാണോ? എന്നെ പോലെ ഇറങ്ങി വരാൻ പേടിയുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഭയങ്കര പേടിയാണ്. ഫൈനലി നമ്മൾ നമ്മുടെ തുടങ്ങിയോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇൻഫർമേഷൻ സെൻറ്റർ അവിടെ വരുന്നു. നല്ലൊരു ട്രെയിലായിരുന്നു. നമ്മൾ അത്യാവശ്യം ഒരു മീഡിയം മോഡറേറ്റ് ട്രെയിലോട്ട് നല്ലതായിരുന്നു. അപ്പം മെഗാൻഡിക്കൊക്കെ വരാൻ ക്യൂബെക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് എടുക്കാവുന്നൊരു ഓപ്ഷനാണ്. അത് കൂടാതെ നിങ്ങൾ ഇപ്പം കാണാത്ത, നമ്മൾ ഇവിടെ ഒന്നും അല്ലാത്തവർക്കാണെങ്കിലും കാണാത്തൊരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയിലേക്കും ഗുഡ് ബൈ.